അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅ്സാത്തുർ റജിഅ ആണ് നാം പറഞ്ഞത് കേട്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതത്തിനിടയിൽ ഉണ്ടായ അത്യന്തം വേദനാജനകമായ ഒരു ദുരന്തം. ഏറ്റവും പ്രധാനികളായ സ്വഹാബിമാരെ ഇസ്ലാമിന് വേണ്ടി എന്ന പേരും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ചതിയിൽ കൊലപ്പെടുത്തിയ ഒരു വലിയ ദുഃഖ സംഭവം. അതുണ്ടായ അതേ മാസം തന്നെ അതേ രീതിയിലുള്ള അതിന് സമാനമായ മറ്റൊരു സംഭവമുണ്ടായി. അത് നജ്ദിൻ്റെ ഭാഗത്തിൽ നിന്നായിരുന്നു. ആ ഭാഗത്തിൽ നിന്ന് വന്ന അവിടുത്തെ ബനു ആമിർ എന്ന കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ, അയാൾ വന്നുകൊണ്ട്, അയാൾ ആമിർ ബിൻ മാലിക് എന്നാണ് അയാളുടെ പേര്, അയാൾ വന്നുകൊണ്ട് നബിയെ കണ്ടു. അങ്ങനെ ഒരു ഗോത്രത്തിൻ്റെ പ്രതിനിധിയായി, തലവനായി തന്നെ കാണാൻ വരുന്ന ആൾക്കാരോടൊക്കെ നബി ഇസ്ലാമിനെ പരിചയപ്പെടുത്തും, ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കും. നബി ഇദ്ദേഹത്തെയും അങ്ങനെ ക്ഷണിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല, പക്ഷെ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞതുമില്ല. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നോട് കൂടെ കുറച്ച് ആൾക്കാരെ നജ്ദിലേക്ക് പറഞ്ഞേക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നന്നാകും. ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ഓർത്തത് അർ-റജിഅ സംഭവമാണ്. അതുകൊണ്ട് നബി പറഞ്ഞു, അങ്ങനെ ആൾക്കാരെ പറഞ്ഞയക്കുമ്പോൾ താങ്കളുടെ കുടുംബം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം ജനങ്ങൾ അവർക്ക് മേൽ ചാടി വീഴുമോ എന്നതാണ് എൻ്റെ ഭയം. കാരണം ഈ സംഘം പോകുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, യുദ്ധത്തിനല്ല. യുദ്ധത്തിനാകുമ്പോൾ പ്രശ്നമില്ല, അതിനുള്ള ആയുധങ്ങളും ഒരുക്കങ്ങളും പ്രതീക്ഷയും മറ്റുമെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അബൂ ബറാ എന്ന ആമിർ ബിൻ മാലിക് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഭയപ്പെടണം നബിയെ, ഞാൻ ഏറ്റു, ഞാൻ അവർക്ക് അഭയം ഇതാ വാഗ്ദാനം ചെയ്യുന്നു. അറബികൾക്കിടയിൽ അവരുടെ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ അഭയം എന്ന് പറയുന്നത്. ഒരാൾ വാക്ക് നൽകിയാൽ അത് എല്ലാവരും വിശ്വസിക്കും. അങ്ങനെയായിരുന്നു. അത് ഒരാൾ നൽകിയ വാക്ക് ലംഘിക്കുക എന്നത് അറബികൾക്കിടയിൽ പൊതുവെ ഇല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഖൈറ ജാരിൻ എന്നൊക്കെ പറഞ്ഞു, ഞാൻ നല്ല അയൽക്കാരനായിരിക്കും, നല്ല കൂട്ടുകാരനായിരിക്കും, ഞാൻ വേണ്ട അഭയം, സുരക്ഷ, ഞാനിതാ വാക്ക് നൽകുന്നു എന്നൊക്കെയാണ് ആമിർ ബിൻ മാലിക് പറഞ്ഞത്. അങ്ങനെ അവർ പോയി. ഈ സംഘത്തിലുണ്ടായിരുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അറിവുള്ള ആൾക്കാരായിരുന്നു. മാത്രമല്ല അവരിൽ അധിക പേരും സുഫത്തിൻ്റെ അഹ്ലുകാരായിരുന്നു. മദീന പള്ളിയിൽ ചടഞ്ഞുകൂടി മതം പഠിക്കുന്ന ആൾക്കാരായിരുന്നു അവർ, സുഫത്തിൻ്റെ അഹ്ലുകാർ. അങ്ങനെ അവർ നടന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവരുടെ പോക്കൊക്കെ തന്നെയും. അവർ പകൽ മുഴുവനും വിറക് വെട്ടും, എന്നിട്ട് അത് വിൽക്കുകയോ അല്ലെങ്കിൽ അത് തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. രാത്രിയിൽ കിട്ടിയത് കഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പരിതാപകരമായ, വളരെ ദരിദ്രമായൊരു യാത്ര ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ അവർ പോയി അവർ ബിർ മഊന എന്ന ഒരു സ്ഥലത്തെത്തി. ഒരു കിണറ്റിൻ്റെ, ജലാശയത്തിൻ്റെ സമീപമാണ്. ജലാശയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ജലാശയത്തിൻ്റെ അടുത്തെത്തിയാൽ അവിടെയാണ് അവർ തമ്പടിക്കുക. ബനു ആമിറിൻ്റെയും ബനു സുലൈമിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ബിർ മഊന സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തി അവിടെ തമ്പടിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ബനു ആമിർ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനിയായ, ഏറ്റവും വലിയ നേതാവ് താമസിക്കുന്നത്. അയാളുടെ പേര് ആമിർ ബിൻ തുഫൈൽ എന്നാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് മിൽഹാൻ എന്നാണ്. അദ്ദേഹം
ഹറാം ബിൻ മിൽഹാൻ സംഘത്തിലുണ്ടായിരുന്ന ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മഹാനായ നബിയുടെ കത്തുമായി സന്ദേശവുമായി ബനു ആമിറിൻ്റെ ഗോത്രപ്രമുഖനും നേതാവുമായിരുന്ന ആമിർ ബിൻ തുഫൈലിനെ കാണാൻ വേണ്ടി പോയി. നബിയുടെ കത്ത് കൈമാറി. നബിയുടെ കത്ത് അയാൾ പരിഗണിച്ചതേയില്ല, മാനിച്ചതുമില്ല, അതിനോടൊരു ആദരവ് കാണിച്ചുമില്ല. മാത്രമല്ല, ചട്ടം കെട്ടിയതനുസരിച്ച് ഈ ദൂതനെ പിന്നിൽ നിന്ന് വന്ന് ആരോ കുത്തുകയും കൊല്ലുകയും ചെയ്തു. അതൊക്കെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. കാരണം ദൂതന്മാരെ കൊല്ലാൻ പാടില്ല ഒരു സംസ്കാരത്തിലും. തൻ്റെ പിന്നിൽ കുത്തേൽക്കുകയും തന്നിൽ നിന്ന് ചൂടുള്ള ചോര ചീറ്റിത്തെറിക്കുകയും ചെയ്തു എന്നത് കണ്ടപ്പോൾ മഹാനായ ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുസ്ദു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം, നമ്മൾ വിജയിച്ചു, നമ്മൾ നേടി എന്നർത്ഥം. ജീവിതത്തെ അവരങ്ങനെയാണ് കാണുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ അതെങ്ങനെയാണെങ്കിലും അവർക്ക് പേടിയില്ല. അവർ എത്രയും പെട്ടെന്ന് നിത്യമായ സുഖത്തിലേക്ക് ചെന്ന് ചേരുകയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെയൊക്കെ വേഗത്തിലായിരുന്നു. ബനു ആമിർ, ബനു സുലൈം, പ്രദേശത്തുള്ള മറ്റ് അറാബികളുടെ കുടുംബങ്ങൾ, അവരെല്ലാം വിളിച്ചു ചേർത്ത് ഈ ഏകദേശം 40 ആളുണ്ടായിരുന്ന സംഘം എന്ന് പറയുന്നുണ്ട്, അല്ല 70 എന്നും പറയുന്നുണ്ട്. എന്തായിരുന്നാലും സഹാബിമാരുടെ ഈ സംഘത്തിന് മേൽ അവർ ചാടി വീണു എന്ന് മാത്രമല്ല, അവരെ ഓരോരുത്തരെയായി അവർ അരും കൊലം ചെയ്യുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.